ഇനി ഇതുപോലെ ക്രീമി ആയിട്ടുള്ള പാസ്ത പുറത്ത് പോയിട്ടോ എല്ലാം ഓർഡർ ചെയ്തിട്ടോ ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. വീട്ടിൽ തന്നെ നമുക്ക് സൂപ്പറായിട്ട് ഇതുണ്ടാക്കാൻ പറ്റും. വെറും 15-20 മിനിറ്റ് മാത്രം മതി. പുറത്തു നിന്ന് വാങ്ങുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. വീട്ടിലൊരു 1/2 കിലോ പാക്കറ്റ് പാസ്ത വാങ്ങിയാൽ നമുക്ക് 5-6 പേർക്ക് നല്ലവണ്ണം കഴിക്കാൻ പറ്റും. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്നതാണ് ഈ പാസ്ത. അതിനായി നമ്മൾ എടുത്തിരിക്കുന്നത് 1/2 കിലോ പാക്കറ്റാണ് പാസ്തയുടെ. ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് പിന്നെ ഉപ്പും ചേർത്ത് കുറച്ച് ഓയിൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പാസ്ത കട്ട പിടിക്കാതിരിക്കാനാണ്. ഇനി കുക്കറിലാണ് നിങ്ങൾ വേവിക്കുന്നെങ്കിൽ ഒറ്റൊരു വിസിൽ മതി. ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ നിങ്ങൾ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കിയിട്ടൊന്ന് കുട്ടികൾക്കെല്ലാം കൊടുത്തു നോക്കണേ. ഇതിനെ ഹെൽത്തി എന്നൊന്നും പറയുന്നൊന്നുമില്ല, എന്നാൽ എപ്പോഴെങ്കിലും മക്കൾക്കെല്ലാം ഒരു കൊതി ഉണ്ടാവുമല്ലോ, അപ്പോഴൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുത്താൽ മാത്രം മതി. നമ്മളും ഇടയ്ക്കിടയ്ക്കൊന്നും ഇതുണ്ടാക്കാറൊന്നുമില്ലേ. 5-6 പേർക്ക് പുറത്ത് പോയി കഴിക്കുമ്പോൾ നല്ല വില കൊടുക്കേണ്ടി വരും. ഇതാകുമ്പോൾ നമുക്ക് ചെറിയ വിലയിലും നല്ല ടേസ്റ്റിലും ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ പാസ്തയൊക്കെ ഒന്ന് വെന്ത് വരട്ടെ. അപ്പോഴേക്കും നമുക്ക് പാസ്തയ്ക്ക് വേണ്ട മസാല എങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് കാണിച്ചു തരാം. നമ്മൾ ഒരു പാത്രം വെച്ച് അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുത്തു. പിന്നെ ചിക്കൻ എല്ലില്ലാതെ ചെറുതായി അരിഞ്ഞെടുത്തതാണ്. അതൊരു 1/2 കിലോനോ 1/4 കിലോ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ മതി. നമ്മൾ ഇതിനായിട്ട് വാങ്ങിയതൊന്നുമല്ല ചിക്കൻ വാങ്ങുമ്പോൾ ഇങ്ങനെ 2-3 പീസ് എല്ലില്ലാതെ മാറ്റി വെച്ചാൽ മാത്രം മതി. പാസ്ത ഉണ്ടാക്കാനായിട്ട് പ്രത്യേകം ചിക്കനൊന്നും വാങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോഴെങ്കിലും ചിക്കൻ വാങ്ങിയാൽ കുറച്ച് പീസ് അതിൽ നിന്നും മാറ്റി വെച്ചാൽ മാത്രം മതി. ഇങ്ങനെയൊക്കെ മാറ്റി വെച്ചാൽ ഒരു നേരത്തേക്കുള്ള ഭക്ഷണം ഇങ്ങനെ ഒരു പാസ്തയോ നൂഡിൽസോ ഒക്കെ ആക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ചിക്കനിൽ ഇട്ട് കൊടുത്ത് ചിക്കനിലേക്ക് കുറച്ച് സോയാ സോസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂണിൻ്റെ പകുതിയാണ് സോയാ സോസ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അധികം ചേർത്ത് കൊടുക്കാൻ പാടില്ലേ. ഇത് വൈറ്റ് പാസ്തയാണ്, അതുകൊണ്ട് സോയ സോസ് കൂടുതലായാൽ നമ്മളെ പാസ്തൻ്റെ കളർ മൊത്തം മാറിപ്പോവും. അതുകൊണ്ടാണ് വളരെ കുറച്ച് ചേർത്ത് കൊടുക്കാൻ പറഞ്ഞത്. അങ്ങനെ നമ്മൾ ചിക്കനെല്ലാം നല്ലവണ്ണം വെന്ത് വരുന്നുണ്ട്. വളരെ ചെറിയ പീസായി അരിഞ്ഞത് കൊണ്ട് തന്നെ ചിക്കൻ പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോഴേക്കും നമ്മൾ ഇപ്പുറത്തുനിന്ന് പാസ്തയും വെന്ത് വരുന്നുണ്ട്. ഇതാ പറഞ്ഞത് 10-20 മിനിറ്റ് മതി. രണ്ടും 2 സ്റ്റൗവിൽ വെച്ചാൽ പെട്ടെന്നായി കിട്ടും. മസാല റെഡിയാക്കാൻ പാസ്ത വെന്തോന്നും നോക്കാം. നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെ ആ ബെല്ലൈക്കനും കൂടി ഒന്ന് അമർത്തിയേക്കണേ. അങ്ങനെ മസാലയും പാസ്തയും ഒക്കെ പെട്ടെന്ന് വെന്ത് വരുന്നുണ്ട്. ചിക്കനൊക്കെ നല്ലവണ്ണം വെന്തു. സോയാ സോസിൻ്റെയും എല്ലിൻ്റെയും ചിക്കൻ്റെയും നല്ല സ്മെല്ല് വരുന്നുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇടയ്ക്കിടയ്ക്ക് പാസ്ത ഒന്ന് വെന്തോന്ന് നോക്കണേ. അധികം വെന്തടിഞ്ഞു പോയാൽ പിന്നെ കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല, കാണാനും ഭംഗി ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് നമുക്ക് വേണ്ടത് ക്യാപ്സിക്കമാണ്. ക്യാപ്സിക്കം ഏത് കളറായാലും പ്രശ്നമൊന്നുമില്ല. നിങ്ങൾക്ക് നല്ല കളർഫുള്ളായി കാണണമെങ്കിൽ യെല്ലോ കളറോ റെഡ് കളറോ അല്ല ഗ്രീൻ കളറോ എല്ലാം മിക്സായിട്ടും ചേർക്കാൻ പറ്റും. നിങ്ങളുടെ വീട്ടിൽ സൽക്കാരമോ മറ്റെന്തെങ്കിലും ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ, അല്ല വിരുന്നുകാരോ വരുന്നുണ്ടെങ്കിൽ എല്ലാ കളറും ക്യാപ്സിക്കം കൂടി ഉണ്ടാക്കിയാൽ വിരുന്നുകാരെയൊക്കെ ഞെട്ടിക്കാനും പറ്റും. നല്ല ടേസ്റ്റിൽ ഉണ്ടാക്കി കൊടുക്കാനും പറ്റും. നിങ്ങൾ എൻ്റെ വീഡിയോ ഫുള്ളായിട്ടൊന്ന് കാണണേ. ചിക്കനൊക്കെ മാറ്റിയ ശേഷം നമ്മൾ ചേർത്ത് കൊടുത്തത് ഉള്ളിയാണ്. ചെറുതായി അരിഞ്ഞ ഉള്ളിയാണ്. ഒരു ഉള്ളി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. വളരെ ചെറുതായി അരിഞ്ഞാലും മതി. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് കമൻറ്റും ലൈക്കും എല്ലാം ഒന്ന് ചെയ്തേക്കണേ. പിന്നെ ഉള്ളിയൊക്കെ നല്ലവണ്ണം വഴറ്റി വന്നപ്പോൾ അതിലേക്ക് ചേർത്തത് 2-3 അല്ലി വെളുത്തുള്ളിയാണ്. വെളുത്തുള്ളി വളരെ ചെറുതായി അരിയണേ. ഉള്ളിയും വെളുത്തുള്ളിയും ഒക്കെ നല്ലവണ്ണം പച്ച മണം മാറുന്നത് വരെ വഴറ്റിയെടുക്കണം. അങ്ങനെ എല്ലാം നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. നമ്മൾ പാസ്ത വേവിക്കാൻ വെക്കുമ്പോൾ അല്പം ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇതിൽ വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. നമ്മളെ കയ്യിൽ പൊടിയുപ്പില്ലാത്തത് കൊണ്ടാണ് കല്ലുപ്പ് ചേർത്ത് കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതിൽ കല്ലുപ്പ് കടിക്കാതെ സൂക്ഷിക്കണം. ഇനി പാലെല്ലാം ഒഴിക്കുമ്പോൾ ഉപ്പെല്ലാം അലിഞ്ഞു കൊള്ളും. എന്നാലും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണേ. കല്ലുപ്പാണ് ചേർക്കുന്നതെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് ചേർക്കണം. ഉപ്പൊക്കെ വളരെ കറക്റ്റായിട്ട് ഇട്ട് കൊടുത്താൽ മതിയേ. കൂടുതലായിപ്പോയാൽ ഇത് കഴിക്കാൻ തീരെ ടേസ്റ്റ് ഉണ്ടാവില്ല. എന്നാൽ ഉപ്പ് കുറഞ്ഞാലും കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പറയുന്നു, എല്ലാം കറക്റ്റ് അളവിൽ ചേർക്കണം. അങ്ങനെ നമ്മളെ വെളുത്തുള്ളിയും ഉള്ളിയും എല്ലാം നല്ലവണ്ണം വഴറ്റി വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ചേർക്കേണ്ടത് ക്യാപ്സിക്കമാണ്.
ക്യാപ്സിക്കം ഒരു വലിയ തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു. ക്യാപ്സിക്കവും വളരെ ചെറിയ രീതിയിൽ അരിഞ്ഞ് വെക്കണേ. ഇതേ രീതിയിൽ അരിഞ്ഞാൽ മതി. അതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് നല്ലവണ്ണം വഴറ്റിയെടുക്കണം. പിന്നെ ഇതിൽ മറ്റുള്ള മസാലപ്പൊടികളൊന്നും ചേർക്കേണ്ടെന്ന് ആവശ്യമില്ല. നമ്മളെ പാസ്തയൊക്കെ വെന്ത് കാണും. ക്യാപ്സിക്കം കൂടി നല്ലവണ്ണം വഴറ്റി വന്നപ്പോൾ പിന്നെ നമ്മൾ വേവിച്ച് വെച്ച ചിക്കനും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഇതിൻ്റെ ടേസ്റ്റ് എന്തായിരിക്കുമെന്ന്. പിന്നെ 2 പൊടി മാത്രം ചേർത്ത് കൊടുക്കണം. ഒന്ന് പെപ്പർ പൗഡറും വളരെ കുറച്ച് ഒറിഗാനോവും വേണം. ഒറിഗാനോ നിങ്ങളുടെ കയ്യിലില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നൊന്നുമില്ല. ഇത് ഇത്രയും ചേർത്ത് കൊടുത്താൽ മതി. പെപ്പർ പൗഡറെ വളരെ കുറച്ചേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ വൈറ്റ് കളറ് ഒരിക്കലും മാറാൻ പാടില്ല. അങ്ങനെ നമ്മളെ പാസ്തയൊക്കെ നല്ല കറക്റ്റ് അളവിൽ വെന്തിട്ടുണ്ട്. അധികം വെന്തിട്ടുമില്ല, എന്നാൽ വേകാതിരുന്നിട്ടുമില്ല. നമ്മളൊരു പാത്രത്തിലേക്ക് അത് ഒഴിച്ചു കൊടുത്തു. അരിപ്പയുള്ള പാത്രമാണേ. പിന്നെ വേണ്ടത് നമ്മളൊരു പാൻ വെച്ചു. അതിലേക്ക് നിങ്ങളുടെ കയ്യിൽ ബട്ടർ ഉണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ പശു നെയ്യ് ചേർത്ത് കൊടുത്താൽ മതി. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇത് ഒരാൾക്കുള്ള പാസ്തയാണ് ഉണ്ടാക്കുന്നത്. എല്ലാം ഒന്നിച്ചുണ്ടാക്കുന്നില്ല. ഇത് ഒന്നിച്ചുണ്ടാക്കിയാലും പ്രശ്നമൊന്നുമില്ല. പിന്നെ ഓരോരാൾ വീതം ഉണ്ടാക്കി കൊടുത്താലും പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ആകുമ്പോൾ നല്ല കറക്റ്റ് പാസ്തേൻ്റെ അളവും മനസ്സിലാവും. സോസും എല്ലാം കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ പശു നെയ്യ് ഒഴിച്ച് അതിലേക്ക് വീണ്ടും വളരെ കുറച്ച് പൊടിയായി അരിഞ്ഞ വെളുത്തുള്ളി ഒരിക്കൽ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത് സോസിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വെളുത്തുള്ളിയൊക്കെ നല്ലവണ്ണം വഴറ്റി വന്നപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറാണ് ചേർത്ത് കൊടുത്തത്. ഇനി നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലോർ ഇല്ലെങ്കിൽ മൈദമാവ് മതി. ഇത് മാവല്ല, മൈദപ്പൊടി അത് ചേർത്ത് കൊടുത്താൽ മതി. അതും നല്ല പച്ച മണം മാറുന്നത് വരെ വഴറ്റി വെളുത്തുള്ളിയും മൈദപ്പൊടിയും എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് അതിലേക്ക് ആവശ്യത്തിന് പാല് ചേർത്ത് കൊടുത്താൽ മതിയേ. ഒരാൾക്കുള്ളതാണ് ഉണ്ടാക്കുന്നത്, ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ. പിന്നെ കണ്ടോ, ഇത്രയും മതി പെപ്പർ പൗഡർ, അതുകൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൈവെക്കാതെ ഇളക്കി കൊടുക്കണേ. പെട്ടെന്ന് ഇത് കുറുകി വരും. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഒറിഗാനോ ആണ്. അതും വളരെ കുറച്ച് മതി. ഒറിഗാനോ കൂടി ചേർത്ത് കൊടുത്തപ്പോഴാണ് സോസിനൊരു നല്ല സ്മെല്ല് വരുന്നുണ്ട്. പിന്നെ കൂടുതൽ കുറുകാനൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കേണ്ടത് നമ്മൾ വേവിച്ച് വെച്ച മസാലയാണ്. അത് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം. പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് നമ്മളെ വേവിച്ച് വെച്ച പാസ്തയാണ്. പാസ്തയും കൂടി ചേർത്ത് കൊടുത്ത് എല്ലാം കൂടി നല്ലവണ്ണം മിക്സ് ചെയ്ത് ഇത് ചൂടോടെ കഴിക്കാനായിരിക്കും നല്ല ടേസ്റ്റേ. തണുക്കും തോറും പിന്നെ ഈ സോസൊന്നും കാണാനേ ഉണ്ടാവില്ല. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് മല്ലി ഇല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ചില്ലി ഫ്ലക്സും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി അത് രണ്ടും ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് കരുതി ഇതിന് ടേസ്റ്റിന് ഒരു കുറവുമില്ല. അടിപൊളി ടേസ്റ്റായിരുന്നു. നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നാളെ നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരുന്നത് വരെ തൽക്കാലം നമ്മൾ പോകുന്നു. ടാറ്റാ, ബൈ ബൈ.